നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. നമുക്ക് ചോദിക്കാനുള്ള, ആരാണ് ഈ പഞ്ചായത്ത് ഭരിക്കേണ്ടത്? നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിലാണ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത്. വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്നുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളാവാൻ നിൽക്കുന്നവരുടെയും ജനങ്ങളുടെയും അഭിപ്രായമൊക്കെ നമ്മുടെ പാണഞ്ചേരി അപ്ഡേഷൻ ചാനലിലൂടെ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തകളും അതുപോലെ തന്നെ ജനപ്രതിനിധികളാവാൻ നിൽക്കുന്നവരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ജനങ്ങളുടെയും അഭിപ്രായവുമായിട്ട് നമ്മളെത്തും. അപ്പോൾ ഒരു ചെറിയൊരു വിവരണം നമുക്ക് പറയാം. നിലവിലിപ്പോൾ 23 വാർഡ് എന്നുള്ളത് 24 വാർഡായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ സംവരണം വരുന്നത് ഇങ്ങനെയാണ്. പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടികജാതി സ്ത്രീ സംവരണം 11 എടപ്പലം വാർഡിനാണ് വന്നിരിക്കുന്നത്. പട്ടികജാതി സംവരണം കണ്ണാറ വാർഡിനും അതുപോലെ പട്ടിക വർഗ സംവരണം 23 ചിറക്കുന്ന് വാർഡിലാണ്. അതുപോലെ സ്ത്രീ സംവരണം 1 പാണഞ്ചേരി എന്ന വാർഡിലും 4 താണിപ്പാടം എന്ന വാർഡിലും 6 ചുവന്നമണ്ണ് 9 വഴുക്കുംപാറ 10 തെക്കുംപാടം 12 മയിലാട്ടുംപാറ 13 പൊടിപ്പാറ എന്ന വാർഡാണ് പുതിയതായിട്ട് വന്നൊരു വാർഡ്. അതുപോലെ 14 പീച്ചി 16 വെലങ്ങന്നൂർ 19 പയ്യനം 20 മാരാക്കൽ. അങ്ങനെ ഇതാണ് സംവരണത്തിൻ്റെ വാർഡുകൾ. അതിൻ്റെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ആരാണ് ഈ പഞ്ചായത്തിന് ഭരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങളാണ് പറയേണ്ടത്, അതല്ലെങ്കിൽ നമ്മളാണ് പറയേണ്ടത്. ആരാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് കയറി വരേണ്ടത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ന്യൂസ് ഷെയർ ചെയ്യുക. അപ്പോൾ നിലവിൽ 23 വാർഡായിരുന്ന പഞ്ചായത്ത് 24ലേക്ക് എത്തുന്നു. അതുപോലെ നിലവിൽ ഭരിക്കുന്നത് എന്ന് പറയുന്നത് 16 LDF, അതുപോലെ UDFന് 4 സീറ്റും 2 BJPക്കും 1 സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് നിലവിൽ ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്, ഇപ്പോൾ തന്നെ ചൂടേറിയ ചർച്ചകൾ ചായക്കടകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും ഇപ്പോൾ മൊത്തത്തിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്? സ്ഥാനാർത്ഥി ആരായിരിക്കും? ഇന്നയാളാവോ അതല്ലെങ്കിൽ മറ്റാളാവോ? അങ്ങനെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളും ഇതൊരു ചർച്ചയ്ക്ക് ഇട്ടിരിക്കുന്നത്. ആരാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ വാർത്തകൾ പഞ്ചായത്തിൽ ഓടി നടന്നുകൊണ്ട് പാണഞ്ചേരി അപ്ഡേഷനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള വാർത്തകളും അറിയിപ്പുകളുമായിട്ട് ഇനി ഇലക്ഷൻ്റെ ഒരു വലിയൊരു ലൈവ് പരിപാടികളുമായിട്ട് നമ്മളുണ്ടാവും. പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അവസാനമായി പറയുന്നു, ആരാണ് ഈ പഞ്ചായത്ത് ഭരിക്കേണ്ടത്? നിങ്ങൾ പറയുക. ആരാണ് ഇവിടെ ഭരണത്തിലെത്തേണ്ടത്? കമൻറ്റ് ചെയ്യുക.